വിദഗ്ധമായ നീക്കങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികളെ അമ്പരപ്പിക്കുന്നതിൽ ബി ജെ പിക്ക് പ്രത്യേക വൈഭവമുണ്ട്. പതിവ് പോലെ ഇത്തവണയും NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പിയുടെ തന്ത്രജ്ഞത എത്രത്തോളം ഉണ്ടെന്ന് രാജ്യം കണ്ടു. പല പ്രമുഖരുടെയും പേരുകളൊക്കെ പ്രചരിച്ചിരുന്നുവെങ്കിലും അതെല്ലാം തള്ളി അപ്രതീക്ഷിതമായി തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവ് CP രാധാകൃഷ്ണനെ NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. CP രാധാകൃഷ്ണനെ പോലെയൊരു ദക്ഷിണേന്ത്യൻ നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ BJP ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനുള്ള BJPയുടെ തന്ത്രങ്ങളുടെ ഭാഗമാണിത്. CP രാധാകൃഷ്ണന്റെ ജീവിതം തന്നെ ഒരു സാധാരണക്കാരന് ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ്. ചെറുപ്പത്തിൽ തന്നെ RSS പ്രവർത്തനങ്ങളിൽ സജീവമായ അദ്ദേഹം പിന്നീട് തമിഴ്നാട് BJP അധ്യക്ഷനായി, MP ആയി, പല സംസ്ഥാനങ്ങളുടെയും ഗവർണറായി. ഈ അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ജാർഖണ്ഡ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഗവർണർ പദവികളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്നതായിരുന്നു. നിയമനിർമ്മാണത്തിലും ഭരണഘടനാപരമായ കാര്യങ്ങളിലും അദ്ദേഹത്തിനുള്ള അറിവ് വളരെ വലുതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിപ്രായപ്പെട്ടതാണ്. മോദി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ബഹുമാനപ്പെട്ട CP രാധാകൃഷ്ണൻ ജി MP എന്ന നിലയിലും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർ എന്ന നിലയിലും വലിയ അനുഭവങ്ങളുള്ളയാളാണ്. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എപ്പോഴും നിർണായകമായിരുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്കായിരുന്നു ഗവർണർ ആയിരിക്കെ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നിയമനിർമ്മാണ, ഭരണഘടനാ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വിപുലമായ അറിവുണ്ടെന്ന് ഈ അനുഭവങ്ങൾ കാണിക്കുന്നു. അദ്ദേഹം പ്രചോദിപ്പിക്കുന്ന ഒരു ഉപരാഷ്ട്രപതി ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. CP രാധാകൃഷ്ണൻ ഈ സ്ഥാനാർത്ഥിത്വത്തിന് അർഹനാണെന്ന് ഈ വാക്കുകളിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും 2003 മുതൽ 2006 വരെ തമിഴ്നാട് BJPയുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചതും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിരുന്നതും എല്ലാം ശ്രദ്ധേയമാണ്. CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതോടെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ DMK വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഒരു തമിഴനെ ഉപരാഷ്ട്രപതിയാക്കുന്നതിനെ DMK എതിർക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ആയുധമാകാനുള്ള സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന തൃണമൂൽ കോൺഗ്രസിനെ പോലെ ഒരു നിലപാട് DMK സ്വീകരിക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. വിജയമുറപ്പിക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടുമെന്ന് JP നദ്ദ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാടും നിർണായകമാകും. എന്തായാലും BJPയുടെ ഈ നീക്കം വ്യക്തമാക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് നീക്കവും അവർ വളരെ ആസൂത്രിതമായിട്ടാണ് നടത്തുന്നത് എന്നാണ്. ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പോലെ CP രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വവും BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും തെളിയിക്കുന്നു. അപ്പോൾ ഈ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നവരെ നന്ദി.